വടനപ്പള്ളി മണ്ഡലം UDF കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലി നടത്തി. വടനപ്പള്ളി സെന്ററിൽ നടന്ന പൊതുയോഗം KPCC സെക്രട്ടറിയും മുൻ DCC പ്രസിഡന്റുമായ ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഒരു ഭാഗത്ത് UDF-ഉം LDF-ഉം തമ്മിൽ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, പേരിന് BJP മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ചുള്ള ഒരു വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. സാധാരണക്കാരുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു മുന്നണി കേരളം ഭരിക്കുമ്പോൾ പട്ടിണിപ്പാവങ്ങളുടെ പ്രസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കേരളം ഭരിക്കുമ്പോൾ ജീവിക്കാൻ കഴിയാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറി എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം പോലും അതിശോക്തിയില്ല. ഇതുപോലെ അപമാനകരമായ ഒരു കാലഘട്ടം ഇതിനുമുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ജനജീവിതം സ്തംഭിപ്പിക്കുന്നവരായി ഭരണാധികാരികൾ മാറുമ്പോൾ ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ തയ്യാറാകാതെ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാതെ ഈ നാട് കൊള്ളയടിക്കുന്ന, അഴിമതി മാത്രം നടത്തി മുന്നോട്ട് പോകുന്ന ഭരണാധികാരികളായി സഖാവ് പിണറായി വിജയന്റെ ഭരണം മാറുമ്പോ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, ഈ സർക്കാർ ആർക്ക് വേണ്ടി, ഈ സർക്കാർ എന്തിനു വേണ്ടി? അതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം ഹാറൂൺ റഷീദ് മുഖ്യ പ്രഭാഷണം നടത്തി. സിദ്ദിഖുൽ അക്ബർ, CI സെബാസ്റ്റ്യൻ, സനോഫൽ, ദീപൻ മാസ്റ്റർ, PM ഷെരീഫ്, സുബൈദ മുഹമ്മദ്, മുൻഷാർ, ഹാഷിം മുഹമ്മദ്, AY ഹർഷാദ്, KV സിജിത്ത്, RA നാസർ, CM ശിവപ്രസാദ്, CM രഘുനാഥ്, NJ സേവ്യർ, അഹമ്മദുണ്ണി, ഉസ്മാൻ, മുസ്ലിം ലീഗ് നേതാക്കളായ രജനി കൃഷ്ണാനന്ദ്, UDF ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ CM നൌഷാദ്, സിരി സന്തോഷ്, സുന സന്തോഷ്, ഹസീന താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു.